മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ കെമിക്കൽ ബോണ്ടിങ് അഥവാ രാസബന്ധനം. സോ ഒരൊറ്റ വീഡിയോ കൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മിസ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം അല്ലെ. നോക്കിക്കേ, ഇവിടെ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നു. സോ വിച്ച് ആറ്റം ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെ കണ്ടെത്താം ആരാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക, ആരാണ് ഇലക്ട്രോൺ മേടിക്കുക? എങ്ങനെ കണ്ടെത്താം മക്കളെ? നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആറ്റങ്ങളും ഒക്ടറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതും വാങ്ങുന്നതും. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ, അഷ്ടകം എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആവുന്നു, ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരുന്നു. അങ്ങനെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അവർ നോബിൾ ഗ്യാസിനെ പോലെ ആവും, അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടും. ഈ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആറ്റങ്ങളും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ ആണോ? സോ സോഡിയത്തിന്റെ കേസ് എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ, 281. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ളത് ഇപ്പൊ 8 ഇലക്ട്രോൺ ആണോ? അല്ല, 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ സോഡിയം സ്റ്റേബിൾ ആണോ? അല്ല. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലേ സോഡിയത്തിന് സ്റ്റേബിൾ ആവാൻ സാധിക്കും. അപ്പൊ സോഡിയത്തിന് എന്താ ചെയ്യാൻ പറ്റുക? 2 ഓപ്ഷൻ ആണ് സോഡിയത്തിനുള്ളത്. ഒന്നെങ്കിൽ സോഡിയത്തിന് 7 ഇലക്ട്രോണിനെ മേടിക്കാം, അത് ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലെ. 7 ഇലക്ട്രോണൊക്കെ ആരെ കൊടുക്കുക? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല എങ്കിൽ സോഡിയത്തിന് ഈ ഒരു 1 ഇലക്ട്രോണിനെ കളയാം, വിട്ടുകൊടുക്കാം. ആ 1 ഇലക്ട്രോൺ പോയാൽ പിന്നെ വാലൻസ് ഷെല്ലിലുള്ളത് 8 ഇലക്ട്രോൺസ് ആണ്. ഒക്ടറ്റ് പൂർത്തിയായി, അഷ്ടകം പൂർത്തിയായി. അപ്പൊ സോഡിയത്തിന് എളുപ്പമുള്ള കാര്യം എന്താ? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. അപ്പൊ സോഡിയം ഒക്ടറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അഷ്ടകം പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യാ? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. മക്കളെ, 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലെ. ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും കുറച്ച് ചാർജ് ഉണ്ടാവും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജാണ് വരിക. ഇലക്ട്രോണിനെ വാങ്ങിയാൽ ആറ്റത്തിന് നെഗറ്റീവ് ചാർജാ വരിക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് വരും. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 1 പോസിറ്റീവ് ചാർജ്, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാ. 1 ഇലക്ട്രോണിനെ വാങ്ങിയാൽ 1 നെഗറ്റീവ് ചാർജ്, 2 ഇലക്ട്രോണിനെ വാങ്ങിയാൽ 2 നെഗറ്റീവ് ചാർജ്. ഇവിടെ നമ്മുടെ സോഡിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പറ, സോഡിയത്തിന് എന്ത് ചാർജാ വരിക? സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് വരും. എത്ര പോസിറ്റീവ് ചാർജ് വരും? 1 ഇലക്ട്രോണിനെ അല്ലേ വിട്ടുകൊടുത്തത്. സോ 1 പോസിറ്റീവ് ചാർജ് വരും. കണ്ടോ? അപ്പൊ ഇനി നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ആദ്യം സോഡിയം ആറ്റം ഉണ്ടായിരുന്നു. ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആയിരുന്നു. ഇപ്പൊ സോഡിയം അയോൺ ആയിട്ട് മാറി. അപ്പൊ എത്ര ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? ഈ വാലൻസ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ബാഹ്യതമ ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ പോയി, ഇറങ്ങിപ്പോയി അല്ലെ. അപ്പൊ സോഡിയം അയണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 28 ആണ്. കണ്ടോ? ഇപ്പൊ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. സോഡിയം എന്താ ചെയ്തത്? ഒക്ടറ്റ് പൂർത്തിയാക്കി, അഷ്ടകം പൂർത്തിയാക്കി. ഇനി ക്ലോറിൻ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം അല്ലെ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, 287. എന്റെ ചക്കരക്കുട്ടികളെ നോക്കിക്കേ, നമ്മുടെ ക്ലോറിന്റെ വാലൻസ് ഷെല്ലിലുള്ളത് 7 ഇലക്ട്രോൺ ആണ്. ഒക്ടറ്റ് പൂർത്തിയായിട്ടുണ്ടോ? അഷ്ടകം പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല, 7 ഉള്ളൂ. അപ്പൊ സ്റ്റേബിൾ ആണോ? അല്ല. അപ്പൊ ക്ലോറിൻ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഒന്നെങ്കിൽ ക്ലോറിന് 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ മേടിക്കാം. ഏതാ എളുപ്പം? 7 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആണോ? സിമ്പിൾ അല്ല. അപ്പൊ ക്ലോറിൻ എന്താ ചെയ്യാ? 1 ഇലക്ട്രോണിനെ മേടിക്കും, അതല്ലേ എളുപ്പം. സോ സോഡിയം വിട്ടുകൊടുത്ത 1 ഇലക്ട്രോണിനെ നമ്മുടെ ക്ലോറിൻ കുട്ടൻ മേടിക്കും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ വാങ്ങിയാൽ ക്ലോറിൻ എന്ത് ചാർജാ വരിക? ഇലക്ട്രോണിനെ വാങ്ങിയാൽ അവർക്ക് നെഗറ്റീവ് ചാർജ് വരും അല്ലെ. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോണിനെ വാങ്ങി? 1 ഇലക്ട്രോണിനെ. അപ്പൊ എത്ര നെഗറ്റീവ് ചാർജ് വരും? 1 നെഗറ്റീവ് ചാർജ് വരും. അപ്പോ ക്ലോറിൻ ആറ്റം 1 ഇലക്ട്രോണിനെ വാങ്ങി ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറി. ക്ലോറിൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 288 ആയിരുന്നു. 287 ആയിരുന്നു. ക്ലോറൈഡ് അയോണിന്റെയോ ഇപ്പൊ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി. ഒരെണ്ണം കൂടെ കിട്ടിയില്ലേ? 288 ആയിട്ട് മാറി. സെറ്റായോ? റെഡിയായോ? അപ്പൊ ഇനി എന്താ ചോദ്യം? എന്തായിരുന്നു? ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? എന്റെ മക്കള് പറ, ആരാ ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? സോഡിയമാണ് അല്ലെ. ഒക്ടറ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ സോഡിയമാണ് ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്. ഇനി മറ്റൊരു ടേം ഉണ്ട്,
കാറ്റയോണും ആനയോണും അതെന്താ സംഭവം എന്നറിയോ? ഇങ്ങനെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും ഇവർക്ക് ചാർജ് വരും. ആറ്റങ്ങൾക്ക് ചാർജ് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? അയോൺസ് എന്നാണ് വിളിക്കുക. ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആറ്റങ്ങൾ എന്ന് വിളിക്കില്ല, അയോൺസ് എന്നാണ് വിളിക്കുക. അപ്പൊ കാറ്റയോണും ആനയോണും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ കേട്ടോ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനയോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാറ്റയോണും ആനയോണും ആരാണെന്ന് പറയാമോ എന്റെ കുഞ്ഞുങ്ങൾക്ക്? പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ് കാറ്റയോൺ. അപ്പൊ ഇവിടുത്തെ കാറ്റയോൺ എന്ന് പറയുന്നത് Na+ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് അതിനല്ലേ. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ് ആനയോൺ. സോ ആനയോൺ ആരാ? നെഗറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാ? ക്ലോറൈഡ് അയോണിനാണ്. അപ്പൊ ഇവിടുത്തെ ആനയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺ ആണ്. ഇനി നിങ്ങളോട് ഇതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയും. ഡയഗ്രാം വെച്ചിട്ട്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അല്ല മിസ് പറയുന്നത്, നോർമൽ ഓർബിറ്റ് ഡയഗ്രാം. നോർമൽ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങളോട് ഇത് വരച്ച് കാണിക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആറ്റം മാതൃക വരയ്ക്കാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ ഓർബിറ്റ് ഡയഗ്രാം നമ്മൾ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടത്. സി ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോഡിയത്തിന് എന്താ സംഭവിക്കുക? സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Na+ ആയിട്ട് മാറുന്നു. ശരിയല്ലേ? ഇനി സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആയിരുന്നു. അപ്പൊ സോഡിയത്തിന്റെ ആറ്റം മാതൃക, ബോർ മാതൃക നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ദാ ഇങ്ങനെ പെൻസിലും കോമ്പസും വെച്ചിട്ട് ഭംഗിയായിട്ട് 3 ഷെല്ലുകളെ വരച്ചു കൊടുക്കുന്നു അല്ലെ. അപ്പൊ സോഡിയത്തിന്റെ കയ്യിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ന്യൂക്ലിയസിലുണ്ട്, അത് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആണ്, ഇതും എഴുതി കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോണിനെ വരയ്ക്കണം. ഇലക്ട്രോണിനെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ഡോട്ടായിട്ട് വരയ്ക്കും അല്ലെ. ദാ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. ശരി, ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. 1 2 3 4 5 6 7 8. മൂന്നാമത്തെ ഷെല്ലിലോ 1 ഇലക്ട്രോൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി സോഡിയം എന്താ ചെയ്യുന്നത്? ഇവിടെ റിയാക്ഷൻ എഴുതാം അല്ലെ. Na+ അയോൺ ആയിട്ട് മാറി. 1 ഇലക്ട്രോണിനെ നമ്മുടെ സോഡിയം കുട്ടൻ വിട്ടുകൊടുത്തു കഴിഞ്ഞു അല്ലെ. അപ്പോ ഇനിയുള്ളത് 2 8 ആണ്. ശരിയല്ലേ? 2 8 മാത്രമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ വരയ്ക്കാം. അപ്പൊ നമ്മൾ ഇതാ വേഗം തന്നെ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഷെല്ലിന്റെ എണ്ണത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഒരു മാറ്റം വരില്ല. പകരം ഇലക്ട്രോണിന്റെ എണ്ണത്തിന് മാത്രമാണ് മാറ്റം വരുന്നത്. ഷെല്ല് 3 എണ്ണം വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇനി എന്താ? ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിലോ 8 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ ഷെല്ലിൽ ഉണ്ടായിരുന്ന 1 ഇലക്ട്രോണെ വിട്ടുകൊടുത്തില്ലേ? പിന്നെ അവനെ വരയ്ക്കണോ? വേണ്ട. അപ്പൊ ഈ സോഡിയം അയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 8 ആണ്. ഇത്രയും വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഈ സോഡിയം അയോൺ ആയിട്ട് മാറിയപ്പോ ഇവനൊരു ചാർജ് ഇല്ലേ, ആ ചാർജ് കൂടെ വരച്ചു കൊടുത്താലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ ഇങ്ങനെ ചാർജ് കാണിക്കാൻ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ച് ചാർജ് എഴുതി കൊടുക്കണം. ഒരു പോസിറ്റീവ് ചാർജ് ആണ്. സോ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തൊരു സിമ്പിളാ. ഇനി ഇതേപോലെ നമുക്ക് ക്ലോറിന്റെ നോക്കാം. ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറുന്ന നോക്കാം. ക്ലോറിൻ 1 ഇലക്ട്രോൺ വാങ്ങിയിട്ട് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറുന്നു. ആദ്യം 2 8 7 ആയിരുന്നു, പിന്നീട് 2 8 8 ആയി. ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരച്ചൂടെ? ആദ്യം നമുക്ക് ക്ലോറിൻ ആറ്റത്തെ വരയ്ക്കാം. ന്യൂക്ലിയസ്, ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് അല്ലെ. ഇനി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? അറ്റോമിക് നമ്പർ മാസ് നമ്പർ തന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് P എന്നെങ്കിലും എഴുതി വെക്കാം. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കൊടുക്കാം. 2 8 7 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2 എണ്ണത്തെ വരയ്ക്കുന്നു. രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണത്തെ വരയ്ക്കുന്നു. മൂന്നാമത്തെ ഷെല്ലിലോ മക്കളെ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 1 2 3 4 5 6 7 ഇലക്ട്രോണെ വരച്ചു. ഇനി ഇവൻ എന്തായിരുന്നു ചെയ്യുന്നത്? ഇവൻ എന്താ ചെയ്യാ? ഇവൻ 1 ഇലക്ട്രോണിനെ മേടിക്കും അല്ലെ. 1 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഇവൻ ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. സോ ക്ലോറൈഡ് അയോണിന്റെ ഡയഗ്രാം നമുക്കിനി വരയ്ക്കാം. 2 8 8 ആണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. വരച്ചാലോ? ആദ്യം നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം. ഒന്നാമത്തെ ഷെല്ല്,
രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. റെഡിയല്ലേ? അപ്പൊ ഇനി ന്യൂക്ലിയസിനുള്ളിൽ എഴുതി കൊടുക്കണ്ടേ? പ്രോട്ടോണും ന്യൂട്രോണും എഴുതി കൊടുക്കുന്നു. ഇനി ഇലക്ട്രോണിനെ വരച്ചു കൊടുക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8. മൂന്നാമത്തെ ഷെല്ലിലോ അവിടെയും 8 ഇലക്ട്രോൺ ആണ്. 1 2 3 4 5 6 7 8. ഇത്രയും വരച്ചാൽ നമുക്ക് മാർക്ക് കിട്ടോ? മാർക്ക് കിട്ടില്ല അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ആയില്ലേ? ക്ലോറൈഡ് അയണിന് ചാർജ് കിട്ടിയില്ലേ? സോ ദാ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് ചാർജ് വരച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഇനിയും ഒരു കാര്യം കൂടി ഉണ്ട്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. സോ അതറിയാത്തവരെല്ലാം ഇന്നത്തെ മെഗാ മാരത്തോണിലേക്ക് പോലെ അതും കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. മക്കളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.